ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എനിക്ക് ഗുരുവായൂരാണ് നാളത്തെ വെഡ്ഡിങ് വർക്ക്. അപ്പോൾ ഗുരുവായൂരേക്ക് പോകുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ പോകുന്നതൊക്കെ കാണിക്കാം. പിന്നെ നാളെ അടുത്ത വീഡിയോയിൽ ഞാൻ മേക്കപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ ഇടാം. വെഡ്ഡിങ് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ. സിമ്പിളായിട്ട് ട്രെയിനിൽ പോകുന്നില്ലേ, ആരും കാണാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അങ്ങ് പോകാമെന്ന് വെച്ചു. അപ്പം ഞാൻ പോകുന്ന വീഡിയോ കാണിക്കാം. അപ്പോൾ ഇനി കൊഞ്ചം വോയിസ് ഓവർ കൊടുക്കുക. അപ്പം ഞാൻ നേരെ എൻ്റെ വീട്ടിൽ നിന്ന് കാങ്കോലേക്ക് ബസ് കയറാൻ വേണ്ടി പോയിനി. അപ്പോൾ അവിടെ പോയിട്ട് ബസ് കയറി നേരെ തളിപ്പറമ്പ് പോയിട്ട് തളിപ്പറമ്പിൽ നിന്ന് സാരി ട്രിപ്പിൻ്റെ കുട്ടീനെയും കൂട്ടിയിട്ട് കണ്ണൂർ പോകണം. ഇങ്ങനെയാണ് ആദ്യത്തെ പ്ലാൻ ഉണ്ടായിന്. അപ്പോൾ നമ്മൾ നേരെ തളിപ്പറമ്പ് എത്തി. തളിപ്പറമ്പിൽ നിന്ന് സാരി ട്രിപ്പിൻ്റെ നീതു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയല്ല ഏച്ചിയാണ്. അപ്പോൾ ഏച്ചീനെയും കൂട്ടിയിട്ട് നേരെ കണ്ണൂരേക്ക് പോയി. കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് അവിടെ തന്നെ കയറാമെന്ന് വെച്ചു. അതിന് മുന്നേ നമ്മൾ വൃഷ്ടാംഗം നല്ലോണം ഫുഡ് കഴിച്ചിട്ട്, കാരണം കുറേ സമയം ഇരിക്കേണ്ടതല്ലേ. നമ്മളാണെങ്കിൽ 2:50 വിടുന്ന ട്രെയിനിന് 1:30 ട്രെയിനിൽ കയറിയിരുന്നിനി സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതും സീറ്റ് വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇപ്പം ഞാനും എൻ്റെ സാരി ട്രിപ്പിൻ്റെ കുട്ടിയാണ് ഒപ്പരമില്ലാതെ ട്രെയിൻ എടുക്കാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഇതുവരെ എടുക്കുന്നില്ല, കുറേ സമയമായി വന്നിരുന്നിട്ട്. ഒന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടിയത്. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ട്രെയിൻ എടുത്തു. എൻ്റെ അമ്മ ഇരുന്നിരുന്ന് പ്രാന്തായി. ഞാൻ എത്ര സമയം വെറുതെ ഇരിക്കണം. നമ്മൾ ഇടുന്ന എൻ്റെ ഇപ്പം കഴിയും 34 എത്ര. പക്ഷേ ഇപ്പം ചാർജും കഴിയും. ചാർജിങ് പോട്ടും ഇല്ലാത്ത സാധനത്തിലാണുള്ളത്. അയ്യോ എന്തെന്നറിയില്ല. അങ്ങനെ ചാർജ് ഇല്ല നഗ്ന സത്യം അല്ല, ചാർജിങ് ബോട്ടില്ല എന്നല്ല നഗ്ന സത്യം. ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയത്. മുടിയെല്ലാം ഞാൻ ഇങ്ങനെ ചുരുട്ടി കെട്ടുന്നൊക്കെയുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എൻ്റെ മുടി വേഗം ഡാമേജ് ആവുന്നതാണ്, അല്ലെങ്കിൽ ഡാമേജാണ്. അതുകൊണ്ട് ഫുൾ കെട്ടി വെച്ചു. അങ്ങനെ ഞാൻ കുറ്റിപ്പുറത്തി ഗൈസ്. ഇവിടുന്ന് നേരെ ഗുരുവായൂർ, ആടുന്ന് റൂം. കാല ബീല ആക്കിക്കൊണ്ടിരിക്കുന്നു സീന്. ഭയങ്കര കൊഞ്ചലാണ് ഗൈസ്. ഞാനിവിടെ മറ്റേ സോളോ ട്രിപ്പ് വന്നൊക്കെ വന്നിട്ടില്ല. നമ്മളങ്ങനെ മറ്റേ കുറ്റിപ്പുറത്തുനിന്ന് കുന്നംകുളം എത്തിയിട്ടുണ്ട്. ഇനി കുന്നംകുളത്തുനിന്ന് തൃശ്ശൂരേക്ക് പോകണം, അല്ല ഗുരുവായൂരേക്ക് പോകണം. ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും വലിയ ലഗേജും. അയ്യോ, ഫോണും ഓഫായി. ആകെ പെട്ട അവസ്ഥ. ഗുരുവായൂർ ബസ് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഗുരുവായൂരെത്തി. കുറേ സമയം തപ്പി രസത്തി ഒരാളെ കളിയാക്കുന്നൊക്കെയുണ്ട്. നേരെ നമുക്ക് നേരെ റൂം തപ്പി കണ്ടുപിടിക്കണം. എവിടെയാണെന്നൊന്നും അറിയില്ല. അത് തപ്പി കണ്ടുപിടിച്ചിട്ട് ബാക്കി. ഭയങ്കര ഉപദേശമാണ്. ഇനി നേരെ കുളിക്കണം, അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയിട്ടുണ്ട്, കാണിച്ചു. അമ്പലത്തിൽ പോയിട്ട് വരാം. എന്തൊന്നും പറയാത്ത ഇത്രയും സമയം എന്നോട് വീഡിയോ എടുക്കണ്ട എന്നെ മോന്ത കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നല്ല പാങ്ങുണ്ട്. നീ എന്തെങ്കിലും പറ. അമ്പലത്തിൽ പോയിട്ട് വരാം ഗീസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. നല്ല ഭംഗിയുണ്ട് സാരി, കൊള്ളാം. ഇത് ക്യാമറ കാണുമ്പോൾ മാത്രം മിണ്ടാടുക്കുന്ന ഒരു വിചിത്ര ജീവിയാണ്. ഇത്രയും സമയം തൊള്ള തുറന്നിട്ട് ഇപ്പിങ്ങനെ. പിന്നെ നമ്മൾ കുറേ സമയം വീഡിയോ എടുത്ത്, റീലെടുത്ത്, ഫോട്ടോ എടുത്ത് കുറേ സമയം അങ്ങനെ കളഞ്ഞു. അങ്ങനെ നമ്മൾ അമ്പലത്തേക്ക് പോലെ. ഇൻട്രോവേർട്ടാന്ന് തോന്നുന്നു. Ni sa da ni sa ma ga ga ni sa pa ma ga
പൊതുവേ ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും എനിക്ക് ഈ ഒരു ഫീലായിരിക്കും ഉണ്ടാവില്ല. ഭയങ്കര ഞാൻ വരണം എന്ന് വിചാരിച്ചിട്ട് വരുന്നതായിരിക്കില്ല, ചിലപ്പോൾ ഏതെങ്കിലും വഴിയുടെ എത്തിപ്പോവും. ഭയങ്കര കൂളായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇതും പത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാനേ തോന്നില്ല, പക്ഷേ പോകാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നാളെ ഞാൻ മേക്കപ്പിൻ്റെ വീഡിയോ ഇടാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. റൂമിൽ പോയി കടന്നുറങ്ങണം, മേക്കപ്പിൻ്റെ സാധനം എടുത്ത് വെക്കണം. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഭയങ്കര ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ.